നമ്മുടെയൊക്കെ ജീവിത തിരക്കുകൾക്കിടയിൽ ചിലപ്പോ വളരെ ശാന്തമായ ചില നിമിഷങ്ങളിൽ ഒരു ചോദ്യം മനസ്സിലേക്ക് കയറി വരാറില്ലേ? ഒരു പക്ഷേ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഏറ്റവും ആഴത്തിലുള്ള ചോദ്യം. ഈ ഓട്ടപ്പാച്ചിലിനും ഈ റോളുകൾക്കും ഈ ബഹളങ്ങൾക്കുമെല്ലാം അപ്പുറം ശരിക്കും ഞാൻ ആരാണ്? നമ്മൾ ജനിച്ചു വീഴുന്ന ആ നിമിഷം മുതൽ ഓരോരോ അടയാളങ്ങൾ നമ്മൾ ശേഖരിക്കാൻ തുടങ്ങുകയാണ്. ആദ്യം നമുക്കൊരു പേര് കിട്ടുന്നു, പിന്നെ നമ്മൾ ഒരു വിദ്യാർത്ഥിയാകുന്നു, ഒരു സുഹൃത്താകുന്നു, ഒരു ജോലിക്കാരനോ പങ്കാളിയോ അച്ഛനോ അമ്മയോ, അങ്ങനെ എത്രയെത്ര വേഷങ്ങൾ. പതിയെ പതിയെ നമ്മുടെ ചിന്തകളാണ് നമ്മളെന്ന് നമ്മൾ കരുതുന്നു, നമ്മുടെ വികാരങ്ങളാണ് നമ്മളെന്ന് വിശ്വസിക്കുന്നു. അവസാനം ഈ കാണുന്ന ശരീരം തന്നെയാണ് ഞാനെന്ന് നമ്മൾ പൂർണ്ണമായും ഉറപ്പിക്കുന്നു. പക്ഷേ ഒരു നിമിഷമൊന്ന് നിർത്തി ആലോചിച്ചു നോക്കൂ. ഇതിലേതെങ്കിലും ഒന്ന് സ്ഥിരമായിട്ടുണ്ടോ? നമ്മുടെ പേര് അതൊരു ലേബലല്ലേ? ജോലി എപ്പോൾ വേണമെങ്കിലും മാറാം, ബന്ധങ്ങളിലും മാറ്റങ്ങൾ വരാം. നമ്മുടെ ചിന്തകളും വികാരങ്ങളോ അത് ഒരു പുഴ പോലെയാണ്, ഓരോ നിമിഷവും മാറിക്കൊണ്ടേയിരിക്കുന്നു, വന്നും പോയുമിരിക്കുന്നു. എന്തിന്, നമ്മുടെ ശരീരം പോലും ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയാണോ നമ്മുടെ യഥാർത്ഥ ഞാൻ? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിന്ന് ഒരുമിച്ച് തേടാൻ പോകുന്നത്. ഒരു യാത്ര പോലെ. നമ്മൾ സ്വയം അണിഞ്ഞ ഈ വേഷങ്ങളെല്ലാം, ഈ ലേബലുകളെല്ലാം ഓരോന്നായി അഴിച്ചുവെച്ചാൽ അവസാനം എന്തായിരിക്കും ബാക്കിയുണ്ടാവുക? നമ്മുടെ ജനനം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ എല്ലാ സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഉറക്കത്തിനും ഒരുപോലെ സാക്ഷിയായി ഒരിക്കലും ഒരു മാറ്റവും വരാത്ത ഒരു ഞാൻ നമ്മളിലുണ്ടോ? ഈ ആഴമേറിയ അന്വേഷണത്തിൽ നമുക്ക് വഴികാട്ടിയാകുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ജ്ഞാനമാണ്, തത്വബോധം. അതിന്റെ അർത്ഥം സത്യത്തെക്കുറിച്ചുള്ള അറിവ് എന്നാണ്. ഇതൊരു മതഗ്രന്ഥമായി കാണേണ്ടതില്ല, മറിച്ച് നമ്മളെ നമ്മളിലേക്ക് തന്നെ നോക്കാൻ സഹായിക്കുന്ന ഒരു കണ്ണാടിയായി, അല്ലെങ്കിൽ ഒരു ഭൂപടമായി ഇതിനെ കാണാം. അപ്പോൾ ശരി, നമുക്ക് ഈ യാത്രയിലേക്ക് ശാന്തമായി പ്രവേശിക്കാം. എന്തിനാണ് ഇങ്ങനെയൊരു അന്വേഷണം? അതിന്റെ പ്രസക്തി എന്താണ്? കാരണം വളരെ ലളിതമാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ എന്താണ് തേടുന്നത്? സന്തോഷം, സമാധാനം, അല്ലേ? അതും സ്ഥിരമായ ഒന്ന്. പക്ഷെ നമ്മളത് തിരയുന്നതെവിടെയാണ്? എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന പുറത്തുള്ള ലോകത്ത്, ബന്ധങ്ങളിൽ, വസ്തുക്കളിൽ, നേട്ടങ്ങളിൽ. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരിടത്ത് നിന്ന് മാറ്റമില്ലാത്ത ഒന്നിനെ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? അത് സാധ്യമല്ല, അല്ലേ? ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ളൊരു ദാഹമുണ്ടാകുന്നത്. പുറത്തുള്ള കാര്യങ്ങൾക്ക് എനിക്ക് ശാശ്വതമായ സമാധാനം തരാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ നിന്നു വരുന്ന ഒരു ആഴത്തിലുള്ള ആഗ്രഹം. ഇതിനെയാണ് തത്വബോധം മുമുക്ഷുത്വം എന്ന് വിളിക്കുന്നത്. അതായത് ഈ പരിമിതികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം. ഈ അന്വേഷണയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് തത്വബോധം നമ്മളോട് പറയുന്നേ, പുറത്തേക്കുള്ള ഈ ഓട്ടമൊന്നു നിർത്താൻ. സന്തോഷമെന്നത് പുറമേ നിന്ന് നേടേണ്ട ഒന്നല്ല, മറിച്ച് അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, അത് കണ്ടെത്തുകയാണ് വേണ്ടത്. ജീവിതത്തിലേക്ക് പുതിയ ആളുകളെയോ വസ്തുക്കളെയോ നേട്ടങ്ങളെയോ കൂട്ടിച്ചേർക്കുമ്പോഴല്ല, മറിച്ച് നമ്മൾ എന്തല്ല എന്ന തെറ്റിദ്ധാരണകളെ ഒഴിവാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സമാധാനം കണ്ടെത്തുന്നത്. അപ്പോ നമുക്ക് ആ ഉള്ളിലേക്കുള്ള യാത്ര തുടങ്ങാം. നമ്മൾ ആരാണെന്നറിയണമെങ്കിൽ ആദ്യം നമ്മൾ എന്തെല്ലാമല്ല എന്ന് വ്യക്തമായി തിരിച്ചറിയണം. ഒരുള്ളിയുടെ പുറത്തുള്ള പാളികൾ ഓരോന്നായി ശ്രദ്ധയോടെ അടർത്തി മാറ്റുന്നതുപോലെ ഞാൻ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഓരോ പാളികളെയും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ എന്താണെന്ന് തെറ്റിദ്ധരിക്കുന്നു എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അത് ഞാനല്ല എന്ന് തിരിച്ചറിയുക. തത്വബോധം നമ്മുടെ ഈ അസ്തിത്വത്തെ 5 പാളികളായി, അല്ലെങ്കിൽ 5 കവചങ്ങളായിട്ടാണ് വിശദീകരിക്കുന്നത്. ഇതിനെയാണ് പഞ്ചകോശങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ മൂടിവെച്ചിരിക്കുന്ന 5 ആവരണങ്ങൾ. നമ്മുടെ യഥാർത്ഥ ഞാനിനെ നമ്മൾ ഈ 5 പാളികളിൽ ഏതെങ്കിലും ഒന്നായിട്ടാണ് സാധാരണയായി തെറ്റിദ്ധരിക്കാറ്. നമുക്ക് ഈ 5 പാളികളെയും ഓരോന്നായി സാവധാനമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഏറ്റവും പുറമേയുള്ള, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പാളിയിൽ നിന്ന് തുടങ്ങി പതിയെ പതിയെ കൂടുതൽ സൂക്ഷ്മമായ, അദൃശ്യമായ തലങ്ങളിലേക്ക് നമുക്ക് പോകാം. ഏറ്റവും സ്ഥൂലമായതിൽ നിന്ന് തുടങ്ങി ഏറ്റവും സൂക്ഷ്മമായതിലേക്ക്. നമുക്ക് ആദ്യത്തെ പാളിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ പാളി, അന്നമയകോശം. അന്നം, അതായത് ഭക്ഷണത്താൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരം. നമ്മളിൽ ഭൂരിഭാഗം പേരും ഞാൻ എന്ന് ഏറ്റവും കൂടുതൽ ഉറപ്പിക്കുന്നത് ഈ ശരീരത്തെയാണ്. പക്ഷെ ഒരു നിമിഷം ആലോചിക്കൂ, നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് പറയാറ്? എന്റെ ശരീരം, എന്റെ കൈ, എന്റെ തല എന്നൊക്കെയല്ലേ?
അല്ലാതെ ഞാൻ ശരീരം എന്നല്ലല്ലോ. എന്റെ വീട്, എന്റെ കാറ് എന്നൊക്കെ പറയുമ്പോൾ ആ വീടും കാറും ഞാനല്ല, അതെന്റേതാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അതുപോലെ എന്റെ ശരീരം എന്ന് പറയുമ്പോൾ തന്നെ ആ ശരീരത്തിൽ നിന്ന് ഞാൻ വേറെയാണെന്നൊരു സൂചന അതിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ശരീരമല്ല, മറിച്ച് ഈ ശരീരത്തെ അറിയുന്ന ഇതിന്റെ ഉടമസ്ഥനാണ്. ഇതേ ലോജിക് നമുക്ക് അടുത്ത കുറച്ചുകൂടി സൂക്ഷ്മമായ പാളികളിലും ഉപയോഗിക്കാം. പ്രാണമയ കോശം, അതായത് നമ്മുടെ പ്രാണശക്തി. നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ എന്റെ ശ്വാസം എന്നാണ് പറയാ, വിശക്കുമ്പോൾ എന്റെ വിശപ്പ് എന്ന് പറയും. അപ്പോൾ ആ പ്രാണനെ അറിയുന്ന ഞാൻ പ്രാണനല്ല. അതിലും ഉള്ളിലാണ് മനോമയ കോശം, നമ്മുടെ മനസ്സ്, ചിന്തകളുടെയും വികാരങ്ങളുടെയും ലോകം. എന്റെ ചിന്തകൾ എന്നെ അലട്ടുന്നു, എന്റെ സന്തോഷം, എന്റെ ദുഃഖം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ചിന്തകളും വികാരങ്ങളും വരുന്നു പോകുന്നു, പക്ഷെ അതിനെയെല്ലാം നിരീക്ഷിക്കുന്ന ഒരു ഞാൻ അവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സുമല്ല. അതിനപ്പുറമാണ് വിജ്ഞാനമയ കോശം, നമ്മുടെ ബുദ്ധി, തീരുമാനങ്ങൾ എടുക്കുന്ന, കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന നമ്മുടെ കഴിവ്. ഇതെന്റെ തീരുമാനമാണ്, ഇതെന്റെ അറിവാണ് എന്ന് പറയുമ്പോൾ ആ തീരുമാനത്തെയും അറിവിനെയും അറിയുന്ന ഞാൻ അതിൽ നിന്നും വ്യത്യസ്തനാണ്. അതുകൊണ്ട് ഞാൻ ബുദ്ധിയുമല്ല. ഇനി ഏറ്റവും ഉള്ളിലുള്ള അഞ്ചാമത്തെ പാളി, ആനന്ദമയ കോശം, അതായത് ആനന്ദത്തിന്റെ ആവരണം. സ്വപ്നങ്ങളൊന്നുമില്ലാതെ നമ്മൾ ഗാഢമായി ഉറങ്ങുമ്പോൾ ഈ അവസ്ഥ അനുഭവിക്കാറുണ്ട്. അവിടെ ചിന്തകളില്ല, സ്വപ്നങ്ങളില്ല, പൂർണ്ണമായ വിശ്രമവും ഒരുതരം സമാധാനവും മാത്രം. ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ പറയും, ആഹാ, ഇന്ന് നല്ല സുഖമായുറങ്ങി, ഒന്നും അറിയാതെ കിടന്നുറങ്ങി. ആ ഉറക്കത്തിന്റെ സുഖം അനുഭവിച്ച ഒരു ഞാൻ അവിടെയുണ്ടായിരുന്നു. എന്നാൽ ആ സുഖവും ഒരനുഭവമാണ്, അത് സ്ഥിരമല്ല. ഉറക്കം തീരുമ്പോൾ ആ അനുഭവം പോകുന്നു. അതുകൊണ്ട് ആ അനുഭവം ഞാനല്ല, മറിച്ച് ആ അനുഭവത്തെയും അറിയുന്നവനാണ് ഞാൻ. അപ്പ നമ്മള് ഓരോ പാളികളായി പരിശോധിച്ചു: ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഗാഢനിദ്രയിലെ ആനന്ദം. ഇവയെല്ലാം എനിക്കറിയാൻ കഴിയുന്ന, എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥകൾ മാത്രമാണ് എന്ന് നമ്മൾ കണ്ടു. കാണുന്നയാൾ കാണപ്പെടുന്ന വസ്തു അല്ല എന്ന യുക്തി വെച്ച് നോക്കുമ്പോൾ ഇവയൊന്നും ഞാനല്ല. അങ്ങനെയെങ്കിൽ ഈ അനുഭവങ്ങൾക്കെല്ലാം സാക്ഷിയായി ഇവയെല്ലാം അറിയുന്ന ഞാൻ ആരാണ്? ഈ ചോദ്യം നമ്മളെ അന്വേഷണത്തിന്റെ അടുത്ത കൂടുതൽ ആഴത്തിലുള്ളൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള അടുത്ത വലിയ സൂചന നമുക്ക് ലഭിക്കുന്നത് മറ്റെവിടെ നിന്നുമല്ല, നമ്മുടെ സ്വന്തം ദൈനംദിന അനുഭവങ്ങളിൽ നിന്നാണ്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും 3 വ്യത്യസ്തമായ അവസ്ഥകളിലൂടെ അല്ലെങ്കിൽ 3 ലോകങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നം കാണുന്ന അവസ്ഥ, പിന്നെ ഗാഢമായ ഉറക്കം. ഉണർന്നിരിക്കുമ്പോൾ, അതായത് ജാഗ്രത അവസ്ഥയിൽ, നമ്മൾ ഈ ഭൗതിക ശരീരവും ഈ കാണുന്ന ലോകവുമായിട്ടാണ് ഒന്നായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലോകം. എന്നാൽ ഉറങ്ങി സ്വപ്നം കാണുമ്പോഴോ, ഈ ശരീരം ഇവിടെ കട്ടിലിൽ തന്നെ കിടക്കുന്നുണ്ടെങ്കിലും നമ്മൾ വേറൊരു ശരീരമെടുത്ത് വേറൊരു ലോകത്ത് വേറൊരു രീതിയിൽ കാര്യങ്ങൾ അനുഭവിക്കുകയാണ്. ആ സമയത്ത് അതാണ് നമുക്ക് സത്യം. ഇനി ഗാഢനിദ്രയിലോ, അതായത് സുഷുപ്തിയിൽ, അവിടെ ശരീരമോ ലോകമോ ചിന്തകളോ ഒന്നുമില്ല, ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നൊരനുഭവമാണവിടെ. അപ്പോൾ ഓരോ അവസ്ഥയിലും നമ്മുടെ ലോകവും ശരീരവും അനുഭവങ്ങളും പൂർണ്ണമായും മാറുകയാണ്. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഉണർന്നിരുന്നതും സ്വപ്നം കണ്ടതും സുഖമായി ഉറങ്ങിയതും ഒരേ ഞാൻ തന്നെയല്ലേ? ഇന്നലെ ഉണർന്നിരുന്നതും ഇന്ന് ഉണർന്നിരിക്കുന്നതും ഒരേ ഞാൻ തന്നെയല്ലേ? ഈ 3 അവസ്ഥകളും മാറി മാറി വന്നിട്ടും അതിനെല്ലാം സാക്ഷിയായിരുന്ന ആ ഞാൻ എന്ന ബോധത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. ജാഗ്രത് വരുന്നു, പോകുന്നു, സ്വപ്നം വരുന്നു, പോകുന്നു, സുഷുപ്തിയും വരുന്നു, പോകുന്നു. എന്നാൽ ഈ 3 അവസ്ഥകളെയും ഒരുപോലെ അറിയുന്ന, പ്രകാശിപ്പിക്കുന്ന ആ ഞാൻ എപ്പോഴും അവിടെ തന്നെയുണ്ട്. ഈ മാറ്റമില്ലാത്ത, എല്ലാത്തിനെയും നിരീക്ഷിക്കുന്ന, എന്നാൽ ഒന്നിലും പെടാതെ മാറി നിൽക്കുന്ന ഈ ശുദ്ധമായ ബോധത്തെയാണ് സാക്ഷി എന്ന് പറയുന്നത്. ഈ സാക്ഷിയാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം, നമ്മുടെ ആത്മാവ്. ഇതൊരു സിനിമാ സ്ക്രീൻ പോലെയാണ്. സ്ക്രീനിൽ എത്രയോ സിനിമകൾ വന്നുപോകുന്നു. ചിലത് സന്തോഷം, ചിലത് ദുഃഖം. സിനിമകൾ മാറിയാലും സ്ക്രീൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും, ഒന്നും സംഭവിക്കാതെ, നിർമ്മലമായി. സ്ക്രീനില്ലാതെ സിനിമ കാണാൻ പറ്റില്ല. അതുപോലെ ഈ സാക്ഷി ചൈതന്യമില്ലാതെ നമുക്ക് ഒരു അനുഭവവും സാധ്യമല്ല. അപ്പോ ഈ സാക്ഷിയുടെ, ഈ ആത്മാവിന്റെ സ്വഭാവം എന്താണ്? വേദാന്തം അതിനെ 3 മനോഹരമായ വാക്കുകളിലൂടെയാണ് നിർവചിക്കുന്നത്: സത്, ചിത്, ആനന്ദം. ഇത് നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ എപ്പോഴുമുള്ള സഹജമായ സ്വരൂപമാണ്. സത് എന്നുവെച്ചാൽ ഉണ്മ, എപ്പോഴും നിലനിൽക്കുന്നത്, ഒരിക്കലും ഇല്ലാതാവാത്തത്.
നമ്മുടെ ശരീരം, മനസ്സ്, ലോകം എല്ലാം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനെയെല്ലാം അറിയുന്ന ഞാനെന്നുണ്മ ഒരിക്കലും മാറുന്നില്ല. ചിത് എന്നാൽ ശുദ്ധമായ ബോധം. എല്ലാ അറിവുകളെയും അനുഭവങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ആ വെളിച്ചം, കാണാനും കേൾക്കാനും അറിയാനും നമ്മളെ പ്രാപ്തരാക്കുന്ന ആ അടിസ്ഥാനപരമായ ചൈതന്യം. ആനന്ദമെന്നാൽ പൂർണ്ണത. ഒന്നിന്റെയും കുറവില്ലാത്ത, പുറത്തുനിന്ന് ഒന്നും വേണ്ടാത്ത ഒരു സഹജമായ സമാധാനമാണിത്. പുറത്തുനിന്ന് കിട്ടുന്ന താൽക്കാലികമായ സന്തോഷമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ശാന്തമായ ആനന്ദമാണ്. ഇതാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം. ഈ അറിവ് നേടുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ശരീരത്തെയോ മനസ്സിനെയോ ഇല്ലാതാക്കുക എന്നല്ല. അതൊന്നും ആവശ്യമില്ല. ശരീരം ഈ ലോകത്ത് ജീവിക്കാൻ വേണം, മനസ്സ് ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനും വേണം. പക്ഷേ അവയാണ് ഞാൻ എന്ന തെറ്റായ താദാത്മ്യം, ആ തെറ്റിദ്ധാരണ മാറ്റുക എന്നതാണ് പ്രധാനം. ഞാൻ ശരീരമാണെന്ന് കരുതുമ്പോൾ ശരീരത്തിന്റെ വേദന എന്റെ വേദനയാകുന്നു. ഞാൻ മനസ്സാണ് എന്ന് കരുതുമ്പോൾ മനസ്സിന്റെ ദുഃഖം എന്റെ ദുഃഖമാകുന്നു. ഈ തെറ്റിദ്ധാരണ മാറുന്നതിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ഈ തിരിച്ചറിവിൽ ജീവിക്കുന്ന ഒരാളെയാണ് ജീവൻ മുക്തനെന്ന് പറയുന്നത്. അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനായ ഒരാൾ. അവർ ഈ ലോകത്തിൽ തന്നെ ജീവിക്കുന്നു, എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുന്നു, പക്ഷെ ഒന്നിനോടും ഒട്ടിപ്പിടിക്കാതെ താമരയിലയിൽ വെള്ളത്തുള്ളി നിൽക്കുന്നതുപോലെ നിർമ്മമനായി നിലകൊള്ളുന്നു. പുറമേയുള്ള സാഹചര്യങ്ങൾക്ക് അവരെ അലട്ടാൻ കഴിയില്ല. കാരണം അവരുടെ ആനന്ദത്തിന്റെ ഉറവിടം ഉള്ളിലാണ്, പുറത്തല്ല. ഈ ആന്തരികമായ മാറ്റം നമ്മുടെ കർമ്മവുമായുള്ള ബന്ധത്തെയും മാറ്റിമറിക്കും. കർമ്മത്തെ പൊതുവെ 3 പറയാം. സഞ്ചിത കർമ്മം, അതായത് ഒരുപാട് ജന്മങ്ങളായി നമ്മൾ ശേഖരിച്ചുവെച്ച കർമ്മങ്ങളുടെ ഒരു വലിയ സ്റ്റോക്ക്. ഈ ആത്മജ്ഞാനം ഒരു തീ പോലെ ആ സഞ്ചിത കർമ്മത്തെ മുഴുവൻ ഇല്ലാതാക്കും. അടുത്തതാണ് ആഗാമി കർമ്മം, അതായത് ഈ അറിവ് ലഭിച്ചതിനു ശേഷം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. ഒരു ജീവൻ മുക്തൻ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നതുകൊണ്ട് പുതിയ കർമ്മങ്ങൾ അവരിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. എന്നാൽ പ്രാരബ്ധകർമ്മം, അതായത് ഈ ശരീരം നിലനിൽക്കാൻ കാരണമായ കർമ്മം, അത് അനുഭവിച്ചു തന്നെ തീർക്കണം. ഒരു വില്ലാളിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ അമ്പിനെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, അതുപോലെയാണ് പ്രാരബ്ധം. വേദാന്തത്തിലെ ഏറ്റവും ഗഹനമായ, ഏറ്റവും മനോഹരമായ ഒരു വാക്യമാണ് തത് ത്വം അസി. അതിനർത്ഥം അത് നീയാകുന്നു. ഇവിടെ അത് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെയുമെല്ലാം അടിസ്ഥാനമായ ആ പരമമായ ബോധമാണ്, ബ്രഹ്മം. നീ എന്ന് പറയുന്നത് ഈ വ്യക്തിഗതമായ ജീവനും. ഇവർ രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണെന്ന തിരിച്ചറിവാണ് ഈ യാത്രയുടെ പൂർണ്ണത. ഒരു സമുദ്രവും അതിലെ തിരമാലയും പോലെ. തിരമാലയ്ക്ക് സമുദ്രത്തിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പില്ലല്ലോ. അപ്പോ നമുക്കീയൊരു ചിന്തയോടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തെ ഒരു സിനിമയായി ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങൾ അതിലെ ഒരു കഥാപാത്രം മാത്രമാണോ, അതോ ആ സിനിമ മുഴുവൻ തെളിഞ്ഞു കാണുന്ന ആ സ്ക്രീനാണോ നിങ്ങൾ? നിങ്ങളെ ഈ താൽക്കാലികമായ അനുഭവങ്ങളുടെ ഒരു കൂട്ടമായി കാണാതെ ആ അനുഭവങ്ങളെല്ലാം വന്നുപോകുന്ന, മാറ്റമില്ലാത്ത, ശാന്തനായ ആ സാക്ഷിയായി, ആ സ്ക്രീനായി സ്വയം ഒന്ന് കണ്ടാൽ, നിങ്ങളുടെ ജീവിതത്തെയും അതിലെ ഓരോ സാഹചര്യങ്ങളെയും നിങ്ങൾ സമീപിക്കുന്ന രീതിയിൽ എന്ത് മാറ്റമായിരിക്കും വരിക? ഇതിനെക്കുറിച്ചൊന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കൂ.